മാർ തോമസ് പാംപ്ലാനിയുടെ പ്രശസ്തമായൊരു വാക്കുകളുണ്ട്. സാത്താൻ നിവൃത്തിയുണ്ടെങ്കിൽ ഞങ്ങളെ കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നോക്കും. ഇനി ആരെങ്കിലും ചെന്നാൽ സത്യസന്ധമായി അവനെ കൊണ്ട് കുമ്പസാരിപ്പിക്കാതിരിക്കാൻ അവൻ നോക്കും. ഈ തലമുറയെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടി സാത്താൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഇതാണ് മാർ ജോസഫ് പാംപ്ലാനി ഏറ്റവും പുതിയതായി അരുളിയത്. അദ്ദേഹം മലാക്കി 2:1-2 ഭാഗങ്ങൾ കൂടി ഒന്നുകൂടി കേൾക്കണം. പുരോഹിതന്മാരെ, ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും. നിങ്ങൾ മനസ്സ് വയ്ക്കാഞ്ഞതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു. ഇതുകൂടി പിതാക്കന്മാർ ഒന്ന് കേൾക്കണം. അതെ, ഒരു കാര്യം ചങ്ങനാശ്ശേരിക്കാരും എറണാകുളം രൂപതക്കാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ 2 രൂപതകൾ മാത്രമല്ല സിറോ മലബാർ സഭയിലുള്ളത്. നാണമില്ലാതെ പരസ്പരം ചെരിയിരിഞ്ഞുള്ള ചീഞ്ഞു നാറ്റം സഭയുടെ ഉണ്ടായിരുന്ന വില കൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭയിലെ നേതൃത്വത്തിനും അനുയായികൾക്കും ധാരാളം പണം കുന്നുകൂടി പേരിന് മാത്രം പാവങ്ങളെ സംരക്ഷിക്കൽ, അതാണിപ്പോൾ നടക്കുന്നത്. മണിമാളികളിൽ ഇരിക്കുന്ന മെത്രാന്മാർ എല്ലാവരും കൂട്ടി കുരങ്ങുകളെ ചുടിച്ചോറ് കോരിക്കാതെ വളരെ നിസ്സാരമായ ആരാധന പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ നിസ്സാരമായി പരിഹരിക്കാൻ ഉള്ളത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. ഇനി മലാക്കി 1:6, പുത്രന് പിതാവിനെയും ദാസന് യജമാനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തിൽ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ബിഷപ്പുമാരുടെ, പ്രത്യേകിച്ച് പാംപ്ലാനിയുടെയും റാഫേൽ പിതാവിൻ്റെയും പ്രസ്താവനകളിൽ എപ്പോഴും ഉണ്ടാകും ഈ മേൽപ്പറഞ്ഞ ഞങ്ങളെന്നത്. ഈ ഞങ്ങളെന്നത് മെത്രാന്മാരും അച്ഛന്മാരും മാത്രമാണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ദാനം ചെയ്തതും സമ്പാദിച്ചതും വിയർപ്പൊഴുക്കിയതും അൽമായരാണ്. എന്നിട്ട് അവരെ പടിക്ക് പുറത്ത് നിർത്തിയിട്ട് ഭരിക്കുന്നത് നിങ്ങൾ മെത്രാന്മാരും ബിഷപ്പുമാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ച് ആക്ട് വരണമെന്നാണ് വിശ്വാസികൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നത്. സഭയുടെ സ്വത്തുക്കൾ ജനാധിപത്യപരമായി ഭരിക്കപ്പെടണം. മാർപ്പാപ്പയുടെ കൽപ്പനകൾ പോലും ധിക്കരിച്ച് സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന പാംപ്ലാനിക്ക് ചർച്ച് ആക്ടിനോട് താല്പര്യമില്ലാത്തത് സ്വാഭാവികം. ഉള്ളതെല്ലാം കയ്യിൽ നിന്ന് പോകും. ചർച്ച് ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ആരും നോക്കണ്ട എന്നാണ് പാംപ്ലാനി പറഞ്ഞത്. സഭ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത്. അന്യായമായി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലല്ലേ ഭയപ്പെടാനുള്ളൂ എന്ന് ബിഷപ്പ് പാംപ്ലാനി പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, മുമ്പൊരു വഴിയിൽ പറഞ്ഞത്. പാംപ്ലാനി പറയുന്നതെന്ന് പ്രവൃത്തി വേറെന്ന്. മാർപ്പാപ്പയെ അനുസരിക്കാത്ത, സഭയ്ക്കെതിരെ കലാപം നടത്തിയ, സഭാധ്യക്ഷനെതിരെ വ്യാജരേഖ നിർമ്മിച്ച വിമത ക്രിമിനൽ വൈദികരുടെ അടുത്ത് കുമ്പസാരിക്കാൻ മനസ്സില്ലെന്ന് വിശ്വാസികൾ തീരുമാനമെടുത്തു കഴിഞ്ഞു പാംപ്ലാനി. നിങ്ങൾ ബിഷപ്പാണെങ്കിൽ അവർ അൽമായരാണ്. അൽമായരുണ്ടെങ്കിലേ മെത്രാന്മാരുണ്ടാകൂ, പുരോഹിതന്മാരുണ്ടാകൂ. നിങ്ങൾ ഓർക്കണം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതിയോ?